CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടി ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദുരന്തഭൂമിയുടെ തൊട്ടുമുകളിലായി ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായെന്ന റിപ്പോർട്ടും പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മംഗലാപുരം സന്ദർശനം ഇതിനു വേണ്ടി കൂടിയായിരുന്നു. സർക്കാർ അറിയാതെയാണെങ്കിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്ന പരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി 411 കോടിയുടെ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുക. മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLA-മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പ്രസിഡന്റ് K പ്രേംകുമാർ MLA-യുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന് നിവേദനം കൈമാറി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മണ്ണാർക്കാട് സ്റ്റാൻഡ് മാറിയതായി K പ്രേംകുമാർ ആരോപിച്ചു. വയനാട് കള്ളാടി ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദുരന്തഭൂമിയുടെ തൊട്ടുമുകളിലായി ഒരു മണ്ണിടിച്ചിലുണ്ടായെന്ന റിപ്പോർട്ടും പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടുമുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിന് ശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദമായ പഠനം, അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും, ഇത് രണ്ടാണ്, അന്വേഷണമാണ്. 2 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ്, ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. പരീക്ഷ സംബന്ധിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അതിൻ്റെ പരാതിയും മറ്റു കാര്യങ്ങളും ലഭ്യമായതനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCN. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മംഗലാപുരം സന്ദർശനം ഇതിനു വേണ്ടി കൂടിയായിരുന്നു. സർക്കാർ അറിയാതെയാണെങ്കിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല പരിശോധന നടത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും രാഷ്ട്രീയ നിലപാടെന്ത് എന്നാണ് മുഖ്യമന്ത്രിയിലൂടെ ജനങ്ങൾ കേൾക്കേണ്ടത്. അതിപ്പോഴും പറയാൻ കൂട്ടാക്കിയിട്ടില്ല. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ ഒരു സ്വകാര്യ കമ്പനിക്ക് അടിയറ വെക്കുന്ന നിലപാടിനെയാണ് ഞങ്ങളെല്ലാം എതിർത്തത്.
അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന വി.ഡി. സതീശന്റെ നിലപാടിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അദാനിയുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂർ യാത്രയെ സംബന്ധിച്ചും ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ സംബന്ധിച്ചും ബാംഗ്ലൂർ യാത്ര സംബന്ധിച്ചും തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. കേരളം ഭരിക്കുന്നത് BJP അല്ല എന്ന് ഓർമ്മിപ്പിച്ചത് KC വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. സത്യത്തിൽ അത് KC വേണുഗോപാലൻ ചൂണ്ടിയത് അദാനിയെ അല്ല, വി.ഡി. സതീശനെയാണ് എന്ന കാര്യം നമുക്കെല്ലാം വ്യക്തതയുള്ള ഒന്നാണ്. ന്യൂസ് ഡെസ്ക് CCN. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. 3 ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായി. പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. നേരത്തെ 6 ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വയനാട് രാവിലെ മുതൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നും നാളെയും ശക്തമായ മഴ ലഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടങ്ങളിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ടുണ്ട്. ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുന്നുണ്ട്. ഇതാണ് മഴ കനക്കാൻ കാരണം. ന്യൂസ് ഡെസ്ക് CCN. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ജംഗ്ഷനിലുണ്ടായ ബൈക്ക് അപകടത്തിൽ 19-കാരനായ യുവാവ് മരിച്ചു. തെങ്കര സ്വദേശി സൽമാൻ ഫാരിസാണ് മരിച്ചത്. സുഹൃത്ത് ഓടിച്ചിരുന്ന ബൈക്കിന്റെ പിറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു സൽമാൻ ഫാരിസ്. നെല്ലിപ്പുഴ ഹോസ്പിറ്റൽ പടി ജംഗ്ഷന് സമീപം വെച്ച് എതിരെ വന്ന വാഹനത്തെ കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബൈക്ക് നിയന്ത്രണം വിട്ട് ബൈക്ക് ബസിനടിയിലേക്ക് പോകുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ സൽമാനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CCN, മണ്ണാർക്കാട്. മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പ്രസിഡന്റ് K. പ്രേംകുമാർ MLA നേതൃത്വത്തിൽ സൂപ്രണ്ടിന് നിവേദനം കൈമാറി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മണ്ണാർക്കാട് സ്റ്റാൻഡ് മാറിയതായി K. പ്രേംകുമാർ ആരോപിച്ചു. ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കുക, ശുചിമുറികളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ മണ്ണാർക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. K. പ്രേംകുമാർ MLA നഗരസഭയിലെത്തി സൂപ്രണ്ട് VN കാളിദാസിന് ഇതു സംബന്ധിച്ച നിവേദനം കൈമാറി. ശുചിമുറിയുടെ കാര്യത്തിൽ നഗരസഭ അതിൽ പറയുന്നതിൽ യഥാർത്ഥ ന്യായമില്ല. കാരണം ഒരുപാട് ഓൺ ഫണ്ടൊക്കെ ഉള്ള നഗരസഭയത് ഒരു ടോയ്ലറ്റിന്റെ നിർമ്മാണമൊക്കെ വേഗതയിൽ നടത്താൻ നഗരസഭ വിചാരിച്ചാൽ പറ്റും. പദ്ധതി മഴക്കാലത്ത് ആളുകൾക്ക് അസുഖം വരില്ല. വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ അതൊന്ന് അടിയന്തരമായിട്ടൊന്ന് ഇടപെടുന്നു. ഇതിനു മുമ്പ് ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മുമ്പൊക്കെ വിളിച്ചിരുന്നു. അത് ഞങ്ങളെ ഉൾപ്പെട്ടിരുന്നു. നമ്മളെ സെക്രട്ടറി എന്നതിലേക്ക് ഞങ്ങളെ ഉൾപ്പെട്ടിരുന്നു. സെക്രട്ടറി പ്രസിഡന്റ് ഞങ്ങളെയൊക്കെ ഉൾപ്പെട്ടിരുന്നു. ഇപ്പൊ ആ ഒരു സംവിധാനം കാണാറില്ല. അത് ഗൗരവമായി കണ്ടിരുന്നു. നമുക്ക് പറയാനുള്ള വേദി പോലീസുകാർ ആയാലും ഇവിടെ ആയാലും പറയാനുള്ള വേദി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ടോ? ഈ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട പൊതുവെയുള്ള വിഷയങ്ങൾ സംസാരിക്കണം. അതിൽ ഘടന വെച്ചിട്ട് ഈ വിളിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വിളിച്ചാൽ കൂടുതൽ ഒരു യോഗം ജനാധിപത്യപരമാവും
എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളൊന്നും പറയാനും വിമർശനങ്ങൾ സൂചിപ്പിക്കാനും ഒരു സ്പേസ് ഉണ്ട്. ലക്ഷക്കണക്കിന് യാത്രക്കാർ ദിവസേന ആശ്രയിക്കുന്ന സ്റ്റാൻഡിൽ പേരിനു മാത്രമുള്ള 2 ചെറിയ പെട്ടി റൂമുകളാണ് ടോയ്ലറ്റായി പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവ വൃത്തിഹീനമാണ്. നിലവിൽ സ്റ്റാൻഡിൽ കയർ കെട്ടി തിരിച്ച് സർവീസുകൾ തടസ്സപ്പെടുത്തുന്ന രീതി ഒഴിവാക്കണമെന്നും ബസ്സുകൾ സുരക്ഷിതമായി കയറ്റിയിടാനും യാത്രക്കാർക്ക് കയറാനുമുള്ള കൃത്യമായ സൗകര്യം ഒരുക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. അവിടെ ആകെ 2 പെട്ടി ടോയ്ലറ്റാണുള്ളത്. ബസ്സിലെല്ലാം പണിയെടുക്കുന്ന ആളുകൾ, ഞാൻ പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഇവിടെ വന്നത്. അവർക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് സമയമാണ് കിട്ടുക. അത് യാത്രക്കാർ 2 ടോയ്ലറ്റിൽ പോയാൽ പോകാൻ പറ്റില്ല. നിലവിലുള്ള 2 ടോയ്ലറ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ ആളുകളൊന്ന് പോയി നോക്കിയാൽ കാണാൻ പറ്റും. അത്രമാത്രം ശോചനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ബസ് സ്റ്റാൻഡിൻ്റെ പണി എഴഞ്ഞു നീങ്ങാണ്. എന്നാണ് ഈ പണി പൂർത്തീകരിക്കാനാവുക? ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? മഴ നനയാതെ ഈ നല്ല മഴക്കാലമാണ്. പകർച്ചപ്പനി 7 തരം പനിയാണ് ഇപ്പോൾ. ആളുകളാകെ പ്രയാസപ്പെട്ട് നിൽക്കുക. ഇവിടെ കുടയില്ലാത്ത ഒരാൾക്ക് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങളിവിടെ തൊഴിലാളി സംഘടനയാണെങ്കിലും ആയിരക്കണക്കിന് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം വേണ്ടിയാണ് ഞങ്ങളിവിടെ ഒരു നിവേദനം നൽകിയിട്ടുള്ളത്. നേരത്തെ തൊഴിലാളികൾ എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു നിവേദനം നൽകിയത്, അതിനെ ഒന്നും ആ നിലയിൽ മുഖവിലക്കെടുക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നൊരു സ്ഥിതി ഉണ്ടായില്ല. മറ്റൊന്ന്, ഇവിടെ കയറ് കെട്ടി തിരിച്ചിരിക്കുകയാണ്. എന്തിനാണ് കയറ് കെട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം നടക്കണം, അല്ലെങ്കിൽ ഈ കെട്ടിയ കയറ് മാറ്റി ബസ് തിരിക്കാനും അതുവരെ ആളുകൾക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുള്ളൊരു ക്രമീകരണവും നഗരസഭയുടെ ഏർപ്പാടാക്കണ്ടേ? അതിനൊക്കെ കഴിയാത്ത നഗരസഭയാണോ? വലിയ സംഖ്യ ഓൺ ഫണ്ടായി ലഭിക്കുന്ന ഒരു നഗരസഭയല്ലേ? ഞങ്ങളിവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചേരിതിരിവോ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നവുമായിട്ട് ഇതിനെ കാണുന്നില്ല. നഗരസഭാ അധികൃതരുടെ അതിന് നേതൃത്വം നൽകുന്നവരുടെ പിടിപ്പുകേടും കഴിവുകേടുമായിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റൂ. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഉയർന്ന ജാഗ്രതയും ശ്രദ്ധയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി ഒരു ജനാധിപത്യ രീതിയിൽ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് DMTU ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയോട് കൂടിയിട്ട് ഡിവിഷൻ കമ്മിറ്റിയുടെ ഒരു നിവേദനം കൊടുത്തിരിക്കുകയാണ്. ഡിവിഷൻ ഭാരവാഹികളുണ്ട്. CCN മണ്ണാർക്കാട്. നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അധികൃതർ തയ്യാറാകണമെന്ന് K പ്രേംകുമാർ MLA. 3ഉം 4ഉം യാത്രക്കാർ മാത്രമുള്ള കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മേഖല കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ സമരത്തിലേക്ക് നീങ്ങുകയാണെന്നും മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ MLA പറഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ. നമ്മൾ അതിൻ്റെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്നലെ ഒരു സമരം നടന്നു. DMTU തനിച്ച് 15-ാം തീയതി ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷം വരുന്ന, ഞാൻ പറയുന്നത് സ്വകാര്യ നമ്മുടെ ജീവനക്കാർക്ക് സൗജന്യ യാത്ര വേണ്ടെന്നല്ല, പക്ഷേ സ്വകാര്യ ബസ്, പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ സ്ഥിതി ഒന്ന് നോക്കുക നിങ്ങൾ. 100 കണക്കിന് ബസ്സുകൾ സർവീസ് നിർത്തി. ഇപ്പോൾ എന്നോട് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇപ്പോൾ ഒരു 60-70 ആളായിട്ട് വരുന്ന ബസ്, അങ്ങനെ തിക്കിത്തിരക്കി വരുന്ന ബസ്സിൽ നിന്ന് 4 പേരാളുള്ളതെന്നാണ് പറഞ്ഞത്. 400, 500, 600 രൂപയായിട്ട് 1000, 1200 രൂപ രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി 9 മണി വരെ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് 400 രൂപ കൂലി കിട്ടുന്ന സ്ഥിതിയാണ്, 300 രൂപ കൂലി കിട്ടുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ കൂടി പഠിക്കണം. ഞങ്ങൾ ഒരിക്കലും സൗജന്യ യാത്രയ്ക്കെതിരല്ല, പക്ഷേ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന 10,000 കണക്കിന് വരുന്ന പ്രൈവറ്റ് ബസ് തൊഴിലാളികളെ അവരെ വഴിയാധാരമാക്കുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത് എന്നത് ഞങ്ങളുടെ ശക്തമായ നിലപാടാണ്. അത് മണ്ണാർക്കാട്ടെ മാത്രമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അത് സവിശേഷമായിട്ട് പ്രതിപാദിക്കാതിരുന്നത്. ഓക്കെ, കാഴ്ചപ്പാടുകൾ നമ്മളെ വിളിക്കണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കണ്ടേ? ഇവിടെ ഇപ്പോൾ ഞാൻ പറയട്ടെ, അധിക നികുതി പെട്രോളിനും ഡീസലിനും വില കൂടിയല്ലോ. 2 രൂപ 1 ലിറ്റർ പെട്രോളിനും 2 രൂപ 1 ലിറ്റർ ഡീസലിനും സംസ്ഥാന ഗവൺമെൻറ്റിന് അധിക ടാക്സിൻ്റെ ഭാഗമായിട്ടുള്ള വീതം ലഭിക്കുകയല്ലേ? അത് വേണ്ടാന്ന് വെച്ചോ? അതൊന്നും പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ പ്രൈവറ്റ് ബസ്സിൽ തൊഴിലാളികളുടെ പ്രശ്നം അതെന്താണെന്ന് പഠിച്ചിട്ട് വേണ്ടേ ഈ കാര്യം ഇവിടെ നടപ്പിലാക്കാൻ? അതിന് തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് സാധ്യമായ നിലയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക്, ഇത് കാരണം ഉപജീവനം അസാധ്യമായിട്ടുള്ള തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭത്തിന് DMTU നേതൃത്വം നൽകും. സഹകരിക്കുന്ന എല്ലാ തൊഴിലാളി സംഘടനകളുമായും ഈ കാര്യത്തിൽ സഹകരിക്കുകയും ചെയ്യും. CCN മണ്ണാർക്കാട്. കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ വർക്കേഴ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. LDF ഭരണത്തിൽ ക്ലച്ച് പിടിച്ചൊരു KSRTC, UDF നയം മൂലം തകരുകയാണ് ഈ വ്യവസായം.
ഇന്ധനവില വർധനവ് പിൻവലിക്കുക, കേന്ദ്ര ട്രാൻസ്പോർട്ട് നിയമ ഭേദഗതി പിൻവലിക്കുക, ലേബർ കോഡുകൾ ഒഴിവാക്കുക, ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ തോതിൽ ഫൈൻ ഈടാക്കുന്ന തരത്തിലാണ് മോട്ടോർ വാഹന നിയമ ഭേദഗതി തൊഴിലാളികളുടെ മേൽ വന്ന് പതിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിച്ചു. അതിന് കാരണമായത് അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായ യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യമെടുത്ത സമീപനമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം നമ്മുടെ നാട്ടിൽ ബാധിക്കാനിടയാക്കിയത്. കാരണം വേണമെങ്കിൽ നമുക്ക് ഇന്ത്യ രാജ്യത്തിന് കുറഞ്ഞ വിലയ്ക്ക് പെട്രോളും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങാനുള്ള സൗകര്യം റഷ്യയിൽ നിന്നോ അതുപോലെ തന്നെ മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ സൗകര്യം കിട്ടുമായിരുന്നു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ബാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി, ടി കബീർ, എൻ അറുമുഖൻ, കെ സന്തോഷ്, KP ഫൈസൽ, കെ ഗോവിന്ദൻകുട്ടി, ഷാജിദ് എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്ന പരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി 411 കോടിയുടെ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുക. മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLA-മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് വൈദ്യുതി ക്ഷാമത്തിന്റെ പ്രധാന കാരണം. ഡാമുകളിൽ ആവശ്യത്തിന് ജലമില്ല. രാത്രി വൈദ്യുതി ഉപഭോഗം കൂടുന്നതുകൊണ്ട് കൂടിയ നിരക്ക് നൽകിയാണ് വൈദ്യുതി വാങ്ങുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണും. മലപ്പുറം ജില്ല നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനായി മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLA-മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അപകടങ്ങൾ എത്ര കണ്ട് കുറയ്ക്കാം. ഇടയ്ക്ക് 26-ാം തീയതി സുരക്ഷാ ദിനമായിരുന്നു. സുരക്ഷാ ദിനത്തിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ആ വിങ്ങിലെ ഇലക്ട്രിക്കൽ വിങ്ങിലെ കുറച്ച് ആളുകൾ ഇരുന്ന് ക്ലാസ് എടുക്കുകയും പരസ്പരം പറയുന്നതിന് പകരം ആ ജനങ്ങളിലേക്ക് എത്ര കണ്ട് എത്തിക്കാൻ സാധിക്കും, കുട്ടികളിലേക്ക് എത്ര കണ്ട് എത്തിക്കാൻ സാധിക്കും. സ്കൂൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി വൈദ്യുതി തട്ടിയിട്ട് കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ അപകടമുണ്ടായി. ലൈൻമാൻമാര് പലരും മരണപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഒരു ലൈൻമാന്റെ ഭാര്യ വിളിച്ചത് ആ ലൈൻമാൻ പരിക്കുപറ്റി 3 ആഴ്ചയായിട്ട് അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് സഹായത്തിനായിട്ട് ആ ലൈൻമാന്റെ ഭാര്യ വിളിക്കേണ്ടത്. അപ്പൊ അപകടം എത്ര കുറച്ചുകൊണ്ടിരാ. ഈ ഒറ്റ മീറ്റിംഗിൽ നിന്ന് അപകടം മുഴുവൻ കുറയ്ക്കാൻ പറ്റില്ല. അതും കൂടി നമ്മുടെ ഒരു ജോലിയാണ്, ബോധവൽക്കരണം കൂടി നമ്മളെ ജോലിയാണ് എന്നും കൂടി മനസ്സിലാക്കണം. ജനപങ്കാളിത്തത്തിൽ ഇത് കുറെ കാര്യങ്ങൾ പരിഹരിച്ചു പോകും. ജീവനക്കാരെ സംബന്ധിച്ച് എനിക്ക് ഒരു മീറ്റിങ്ങിൻ്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 90% പേര് നല്ല ആൾക്കാരാണ്, 90%. പക്ഷെ മോശം പേരുണ്ടാക്കാൻ 10% ധാരാളം മതി. ആ 90% എന്നുള്ളത് 99% പേര് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവരാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള പരിശ്രമം സ്വയം നമുക്ക് ആ പരിശ്രമത്തിലേക്ക് കടക്കണം. ജനങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ജനപ്രതിനിധികളെ എങ്ങനെ കൊണ്ടുവരാം എന്ന് ആലോചിക്കുമ്പോൾ അരിയാടൻ മുഹമ്മദ് മലപ്പുറത്ത് നിന്നുള്ള ബഹുമാനപ്പെട്ട നേതാവ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. നിയോജക മണ്ഡലം തലത്തിലെ കമ്മിറ്റി, MLA-മാര് ചെയർമാൻമാരായിട്ടുള്ള കമ്മിറ്റി. ഞാനെന്ന് എൻ്റെ നിയോജക മണ്ഡലത്തിൽ അരിയാടൻ മുഹമ്മദ് മന്ത്രിയാകുമ്പോൾ ഞാൻ MLA ആണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ആ കമ്മിറ്റി റെഗുലറായിട്ട് തന്നെ വിളിച്ചുകൂട്ടി എൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഞങ്ങളെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഏറ്റവും വലിയ ഓഫീസർ ആണ്. പങ്കെടുത്ത് യോഗം ചേരുന്നു. എല്ലാ AE-മാരും പങ്കെടുക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുക്കുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നല്ല സ്മൂത്തായിട്ട് അവരുടെ ജോലിഭാരം എത്ര വലുതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ സഹകരണത്തോടെ അത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകാൻ സാധിക്കും. വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി തടസ്സവും പരിഹരിക്കുന്നതിനും ഓരോ മണ്ഡലത്തിലെയും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമാണ് മന്ത്രി നേരിട്ട് യോഗം വിളിച്ചത്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിലവിലുള്ള വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി പുതിയ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. തകരാറിലായതും ശേഷി കുറഞ്ഞതുമായ ട്രാൻസ്ഫോമറുകൾ മാറ്റി സ്ഥാപിക്കാനും കൂടുതൽ പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാനും KSEB ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഓരോ നിയോജക മണ്ഡലത്തിലെയും തദ്ദേശീയമായ വൈദ്യുതി പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിനുമായി MLA-മാരുടെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ യോഗം ചേരാനും മന്ത്രി നിർദ്ദേശം നൽകി. KSEB സെക്ഷൻ ഓഫീസുകളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കും. ഉപഭോക്താക്കളുടെ പരാതികളിൽ ഉടനടി നടപടിയെടുക്കും. വരും വർഷങ്ങളിലെ ഉയർന്ന ഉപഭോഗം മുന്നിൽ കണ്ട് ഉൽപാദന പ്രസരണ ശൃംഖല ശക്തമാക്കുമെന്നും അനാവശ്യമായ പവർ കട്ടുകൾ ഒഴിവാക്കാൻ മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. CCN മലപ്പുറം.
സമൂഹത്തെ ലഹരിമുക്തമാക്കാൻ വിദ്യാർത്ഥികൾ യോജിച്ച പ്രവർത്തനം നടത്തണമെന്ന് മന്ത്രി KA തുളസി. ലഹരിമുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാരകമായ ഈ ലഹരിയുടെ ഉപഭോഗം, വിപണനം എന്ന സാഹചര്യത്തിൽ നിന്ന് ഈ നാടിനെ കൈപിടിച്ചുയർത്തിയാൽ മാത്രമേ നമ്മുടെ നാട്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത്. ലഹരിയുടെ ഉപഭോഗം, വിപണനം എന്നിവയിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ വിദ്യാർത്ഥികൾ ഏക മനസ്സോടെ പോരാടണമെന്നും മന്ത്രി പറഞ്ഞു. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി അധ്യക്ഷയായ ചടങ്ങിൽ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അഖിൽ, പറളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അജിത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UK ഗിരിജ, വാർഡ് മെമ്പർ K ജയന്തി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ബിന്ദു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകവും പറളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാപ്രവർത്തകർ, RBSK നഴ്സുമാർ, RKSK കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ബോധവൽക്കരണ കലാപരിപാടികളും അരങ്ങേറി. CCN പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് കള്ളാടി ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദുരന്തഭൂമിയുടെ തൊട്ടുമുകളിലായി ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായെന്ന റിപ്പോർട്ടും പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മംഗലാപുരം സന്ദർശനം ഇതിനുവേണ്ടി കൂടിയായിരുന്നു. സർക്കാർ അറിയാതെയാണെങ്കിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി 411 കോടിയുടെ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുക. മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLA-മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പ്രസിഡന്റ് K പ്രേംകുമാർ MLA-യുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന് നിവേദനം കൈമാറി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മണ്ണാർക്കാട് സ്റ്റാൻഡ് മാറിയതായി K പ്രേംകുമാർ ആരോപിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.